ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ മേഘന. ഇന്ന് നമ്മൾ പോകുന്നത് ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ വഴി പൊള്ളാച്ചി, അവിടുന്ന് നേരെ തൃശ്ശൂർ. ഇതൊരു അൺപ്ലാൻഡ് ട്രിപ്പാണ്. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുമ്പോഴാണ് അരുണ് പറഞ്ഞത് നമുക്ക് ആതിരപ്പള്ളി പോകാം. അപ്പം തന്നെ കൈ കിട്ടിയതൊക്കെ എടുത്ത് ഞങ്ങൾ ചാടി ഇറങ്ങി. തൃശ്ശൂരിൽ നിന്ന് നേരെ ചാലക്കുടി. ആതിരപ്പള്ളിക്ക് പോകുന്ന വഴിക്കുള്ള ഒരു സ്പോട്ടാണ് CSR ചെക്ക് ഡാം. റീൽസിലൊക്കെ ഒരുപാട് കണ്ടിരുന്നു ഈ ചെക്ക് ഡാം. അടിപൊളിയായിരുന്നു അവിടുത്തെ വ്യൂവും. കുളിക്കാനാണെങ്കിൽ പോലും കുട്ടികളെയും കൊണ്ട് പോയാൽ പോലും അവിടെ സേഫായിട്ട് നമുക്ക് കുളിക്കാൻ പറ്റും. ആതിരപ്പള്ളിക്കൊക്കെ പോകേണ്ടതുകൊണ്ട് ഞങ്ങളവിടെ എങ്ങനെ കുളിക്കാനൊന്നും ഇറങ്ങിയില്ല. ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് പെട്ടെന്ന് പോന്നു. അവിടുന്ന് നേരെ പോയത് ആതിരപ്പള്ളിക്കാണ്. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. ബട്ട് ഒരു കാര്യവുമില്ലായിരുന്നു. 2-3 വട്ടം ആതിരപ്പള്ളിക്ക് പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ വാട്ടർഫോൾസിൻ്റെ താഴത്തിറങ്ങിയിട്ടില്ല. റീൽസൊക്കെ കണ്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം എന്നായിരുന്നു പ്ലാൻ. ബട്ട് ഒന്നും നടന്നില്ല. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ മലയണ്ണാനെ കണ്ടിരുന്നു. വേറെ മയിൽ, മുള്ളംപന്നി, കാട്ടുപന്നീനെയൊക്കെ കണ്ടു. ബട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും നൈറ്റ് ആയിരുന്നു. ഇത് ആതിരപ്പള്ളിക്ക് പോകുന്ന വഴിക്കുള്ള ഒരു പനയുടെ തോട്ടാണ്. അങ്ങനെ ആതിരപ്പള്ളി എത്തി. ഇതായിരുന്നു അവസ്ഥ. കരയണോ ചിരിക്കണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഒട്ടും വെള്ളമില്ലായിരുന്നു. പിന്നെ താഴത്തോട്ട് ഇറങ്ങിയില്ല. വലിയ കാര്യമുണ്ടെന്ന് തോന്നിയില്ല, അതുകൊണ്ടാണ് ഇറങ്ങാത്തത്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. എൻട്രി ടിക്കറ്റ് ഒരാൾക്കായത് 60 രൂപ. GPay ഇല്ലായിരുന്നു, ക്യാഷാണ്. ആതിരപ്പള്ളി ഫ്ലോപ്പ് ആയതുകൊണ്ട് അധികം നേരം അവിടെ നിന്നില്ല. നേരെ വാൽപ്പാറയ്ക്ക് വിട്ടു. വാൽപ്പാറയ്ക്ക് പോകാൻ ഇപ്പോൾ പാസ് ഇല്ലാണ്ട് കേരള ബോർഡർ കടത്തിവിടില്ല. നിങ്ങളിനി 2-3 വണ്ടി ഗ്രൂപ്പായിട്ട് പോകുവാണെങ്കിൽ പോലും എല്ലാ വണ്ടിക്കും പാസ് വേണം. ഇനി വാൽപ്പാറയ്ക്ക് പോകുന്നവരിതൊന്ന് ശ്രദ്ധിക്കണം. ആതിരപ്പള്ളിയിൽ നിന്ന് വാൽപ്പാറയ്ക്ക് പോകുന്ന വഴി അടിപൊളിയായിരുന്നു. കേരളത്തിലെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ഫോറസ്റ്റ് റൂട്ടാണിത്. ഈവനിങ് 6 മണിക്ക് ശേഷം ഈ വഴി അങ്ങനെ വണ്ടികളൊന്നും വിടാറില്ല. ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. കാരണം രാത്രി ടൈമുകളിലൊക്കെ ആന കൂടുതലായിട്ട് ഇറങ്ങും. ഇവിടെ കാട്ടാനകളുടെ ആക്രമണം കൂടുതലാണ്. പോകുന്ന വഴി കുറേ കരിങ്കുരങ്ങിനെ കണ്ടായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പോയപ്പോഴത്തേക്കും കാട്ടിൽ നിന്ന് 2 ആനകൾ, ഒരു കുട്ടിയാനയും ഒരു തള്ളയാനയായിരുന്നു. 2 എണ്ണം റോഡിലോട്ട് കയറി വരികയായിരുന്നു. കറക്റ്റ് ടൈമിൽ തന്നെ ഫോറസ്റ്റിൻ്റെ വണ്ടി അവിടെ എത്തിയിരുന്നു. അതുകൊണ്ട് നമുക്കങ്ങനെ അധികം ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റിയില്ല. അവർ നമ്മളോട് വേഗം പോകാൻ പറയുമായിരുന്നു അവിടുന്ന്. അങ്ങനെ നമ്മൾ വേഗം പോന്നു.